السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ. റമദാനിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. പാരായണ സൗകര്യത്തിനു വേണ്ടി ഖുർആനിനെ ജുസുകളായും ഹിസ്ബുകളായും റുബുകളായും തിരിച്ചു. ഇങ്ങനെ 30 ജുസുകളും 60 ഹിസ്ബുകളും 120 റുബുകളും ഖുർആനിലുണ്ട്. ഖുർആനിലെ സൂറത്തുകളെ പ്രധാനമായും 4 ഇനങ്ങളായി തിരിച്ചിട്ടുണ്ട്. വലിയ അധ്യായങ്ങളായ അത്തിവാൽ, 100-ലധികം ആയത്തുകളുള്ള അൽ-മിഊൻ, വിധിവിലക്കുകൾ ആവർത്തിച്ചു അന്ന അൽ-മഥാനി, ചെറിയ അധ്യായങ്ങളായ അൽ-മുഫസ്സൽ. ഖുർആൻ 2 സ്ഥലങ്ങളിലായിട്ടാണ് അവതരിച്ചത്: മക്ക, മദീന. മക്കി മദനി സൂറത്തുകളുടെ പ്രത്യേകത എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ഇസ്ലാമിലെ അടിസ്ഥാന വിഷയങ്ങൾ അധികവും പരാമർശിക്കുന്നത് മക്കി സൂറത്തുകളിലാണ്. കൂടാതെ ചരിത്രങ്ങൾ, വെല്ലുവിളികൾ, ദൃഷ്ടാന്തങ്ങൾ എല്ലാം ഉൾപ്പെടുന്ന അധ്യായങ്ങളാണ് മക്കയിൽ അവതരിച്ചത്. യാ അയ്യുഹന്നാസ്, കല്ല എന്നീ അഭിസംബോധനയും മക്കൻ സൂറത്തുകളുടെ പ്രത്യേകതയാണ്. എന്നാൽ മദനി സൂറത്തുകളിൽ അധികവും മതനിയമങ്ങൾ, കർമാനുഷ്ഠാനങ്ങൾ, സ്വഭാവ സംസ്കരണങ്ങൾ എന്നിവക്കാണ് ഊന്നൽ നൽകുന്നത്.